ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരവും നീതിപൂർവവുമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തുന്നതിന് സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങി. വ്യാജമദ്യം, പണം എന്നിവയുടെ ഒഴുക്കും മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തികളും തടയുന്നതിന് 84 സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങളെ നിയോഗിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ 36 ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നു. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം ഉറപ്പാക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെയും യോഗത്തിൽ തീരുമാനമായി. പ്ലാസ്റ്റിക് മാലിന്യം പരമാവധി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രചരണത്തിനുള്ള ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലും അനുവദനീയമായ സാമഗ്രികളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തും. ഭക്ഷണപദാർത്ഥങ്ങൾ ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ നൽകുന്നത് കഴിയുന്നത്ര ഒഴിവാക്കും. പോളിംഗിന് മുമ്പുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾക്കും യോഗം രൂപം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാനുള്ള സി വിജിൽ മൊബൈൽ ആപ്പ് ജില്ലയിൽ പ്രവർത്തനക്ഷമമായി. പണം, മദ്യം, ലഹരി, പാരിതോഷികങ്ങൾ എന്നിവയുടെ വിതരണം, മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ, പെയ്ഡ് ന്യൂസ്, വ്യാജ വാർത്തകൾ, അനധികൃതമായി പ്രചരണ സാമഗ്രികൾ പതിക്കൽ എന്നിങ്ങനെയുള്ള നടപടികൾ പൊതുജനങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അറിയിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ തത്സമയ ചിത്രങ്ങൾ, 2 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ, ശബ്ദരേഖകൾ എന്നിവ സമർപ്പിക്കാനാകും. ആപ്പ് വഴി ലഭിക്കുന്ന പരാതികൾ കൈകാര്യം ചെയ്യാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും കളക്ടറേറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളും പരാതികളും അറിയിക്കുന്നതിന് കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തന സജ്ജമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച പരാതികൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സംശയങ്ങൾ എന്നിവയ്ക്ക് കൺട്രോൾ റൂം മുഖേന മറുപടി ലഭിക്കും. 0481-299-5029 എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാം. ജില്ലയിൽ പോളിംഗ് സാമഗ്രികൾ സ്വീകരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും 9 കേന്ദ്രങ്ങൾ സജ്ജമാക്കി. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ പാലാ സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂളിൽ നിന്ന് വിതരണം ചെയ്യും. വൈക്കം മണ്ഡലത്തിലേക്കുള്ളവ വൈക്കം SN ഹയർ സെക്കൻഡറി സ്കൂളിലും ഏറ്റുമാനൂരിലേക്കുള്ളവ അതിരമ്പുഴ സെന്റ് അലൂഷ്യസ് സ്കൂളിലും വിതരണം ചെയ്യും. കോട്ടയത്തേക്കുള്ള പോളിംഗ് സാമഗ്രികൾ കോട്ടയം MD സെമിനാരി സ്കൂളിലും പുതുപ്പള്ളിയിലേക്കുള്ളവ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലും വിതരണം നടത്തും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചങ്ങനാശ്ശേരിയിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ചങ്ങനാശ്ശേരി SB സ്കൂളിൽ നിന്നാവും വിതരണം നടത്തുക. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള വിതരണം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് സ്കൂളിലും പൂഞ്ഞാറിലേക്കുള്ളവ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലും നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ ആകെ 1564 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും. ഗ്രാമീണ മേഖലയിൽ 1371 പോളിംഗ് ബൂത്തുകളും നഗരമേഖലയിൽ 193 പോളിംഗ് ബൂത്തുകളും ക്രമീകരിക്കും. 1956 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുമാണ് വോട്ടെടുപ്പിനായി ജില്ലയിൽ ആവശ്യമുള്ളത്. 2850 ബാലറ്റ് യൂണിറ്റുകളും 3295 കൺട്രോൾ യൂണിറ്റുകളും 2829 വിവിപാറ്റുകളും സജ്ജമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ ജില്ലയിൽ ആരംഭിച്ചു. അസന്നിഹിത വോട്ടർമാരുടെ പട്ടികയിൽപ്പെടുത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന 12D അപേക്ഷാ ഫോറം വിതരണം ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫോമിൽ നിർദ്ദിഷ്ട വിവരങ്ങൾ രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസർമാർക്ക് സമർപ്പിക്കുന്നവരുടെ അപേക്ഷകൾ പരിഗണിച്ച് മുൻകൂട്ടി അറിയിച്ച ശേഷം താമസ സ്ഥലത്ത് വെച്ച് തന്നെ തപാൽ വോട്ട് ചെയ്യുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.